ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ സങ്കീർത്തനം 119 സങ്കീർത്തനമാണല്ലോ വായിച്ചത്. അതിൻ്റെ വായിച്ച പാസേജ് അതിൽ മാത്രം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, ഈ സങ്കീർത്തനം 119 സങ്കീർത്തനം, അതിലെ ഓരോ വാക്യങ്ങളും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളെക്കുറിച്ച് അതിൽ ഓരോ വാക്യങ്ങളിൽ 176 വാക്യങ്ങളിൽ അതിൽ അടങ്ങിയിരിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നത് ഇത് ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ഭാഷ രീതിയും അതിൻ്റെ ലിറ്റററി സ്റ്റൈലൊക്കെ നോക്കിയിട്ട് നമ്മൾ വായിച്ച പാസേജ് വേഴ്സ് 65 to 72 നമുക്ക് കടക്കാം. ഇതിൽ സങ്കീർത്തനക്കാരൻ 3 പറയുന്നുണ്ട്, നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് പഠിപ്പിച്ചു തരണമേ. അതായത് 66 വാക്യത്തിൻ്റെ അവസാന ഭാഗം, എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ച് തരണമേ. 68 വാക്യത്തിൻ്റെ അവസാന ഭാഗം, നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. 72 വാക്യത്തിൽ, 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ എന്തിനാണ് ദൈവത്തോട് ഇത്രയധികം ഉപദേശങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് ചോദിക്കുന്നത്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മളെ മലയാള ക്രൈസ്തവ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം ഉപദേശ പെശകാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പൊതുവെ നമ്മുടെ സഭായോഗങ്ങളിൽ പഥ്യോപദേശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരവസ്ഥയാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ഈ സാഹചര്യത്തിൽ, ഈ സെറ്റപ്പിൽ വരുവാനുള്ള കാരണം 20-ാം നൂറ്റാണ്ടിലെ ആദ്യ സമയങ്ങളിൽ കാലിഫോർണിയയിൽ നടന്ന അസൂസ സ്ട്രീറ്റ് റിവൈവൽ മുഖാന്തരം ഒരു വലിയ ഉണർവുണ്ടായി. അനേകർ ലോകമെമ്പാടും യാത്ര ചെയ്തു. ഇന്ത്യയിലേക്കും നമ്മുടെ കേരളത്തിലും വന്ന് കുക്ക് സാഹിബ് പോലുള്ള ദേവദാസന്മാർ വന്ന് വേല ചെയ്ത മുഖാന്തരമാണ് അനേക സഭകൾ ഉടലെടുക്കുവാൻ ഇടയായി. അവർ കുറേ ആ സഭകളുടെ എക്സ്പാൻഷൻ അവർ വളരാനുള്ള 2 കാരണങ്ങളായിരുന്നു. ഒന്ന് ബൈബിൾ ക്ലാസ്സുകൾ, ഒന്ന് കാത്തിരിപ്പ് യോഗങ്ങൾ, ടാരി മീറ്റിങ്സ്. പണ്ടത്തെ കൺവെൻഷനൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മിക്കതും ബൈബിൾ ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ട് ജനം, ആ സമയത്തെ തലമുറ വചനത്തിൽ ഉറച്ചു നിന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പഴയ ഒരു പീസിന കോൺഫറൻസ് ഞാൻ യൂട്യൂബിൽ കാണുന്നു. ഇപ്പോൾ യൂട്യൂബിലെല്ലാം ഉണ്ടല്ലോ. 90-ൽ നടന്ന പീസിനാക്കിൻ്റെ കോൺഫറൻസ്. അതിലെ പാസ്റ്റർ PM ഫിലിപ്പ്, IPCയിലെ പഴയതിനായ പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ ഒരു മെസ്സേജ് കേൾക്കുമായിരുന്നു. അദ്ദേഹമായിരുന്നു അന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് അവിടെ പ്രസംഗിച്ചത്. അദ്ദേഹത്തെ ഒന്നും പറയാനില്ലായിരുന്നു. ഉപദേശങ്ങളെക്കുറിച്ച് മാത്രം ദൈവജനത്തോട് വിളംബരം ചെയ്യാൻ മാത്രമുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ ഇപ്പോഴത്തെ സഭകളുടെ അവസ്ഥ എന്താണ്? എല്ലാം സൂപ്പർഫിഷ്യലും കൂടിപ്പോയ മോട്ടിവേഷണലും മെസ്സേജസാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം. നമ്മുടെ പാപത്തെ വിളിച്ചു പറയുന്ന മെസ്സേജുകൾ, നമ്മുടെ ഉള്ളിലുള്ള കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറയുന്ന സന്ദേശങ്ങൾ, ദൈവത്തിന് വേണ്ടി ഒരു നല്ല സാക്ഷിയായി ചാലഞ്ച് ചെയ്യുന്ന സന്ദേശങ്ങൾ കുറവാണ്. വിശുദ്ധിയും വേർപാടോടും ജീവിക്കുന്ന സന്ദേശങ്ങൾ കുറവാണ്. ഞാൻ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ ഒരു കേട്ടുകേൾവി പോലെ ആയിരിക്കുകയാണ് നമ്മുടെ ഈ വന്ന കാലഘട്ടത്തിൽ. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾ സ്റ്റേജ് വന്ന് എന്ത് പ്രസംഗിച്ചാലും അത് വചനത്തിൽ അയക്കണമെന്നില്ല. പക്ഷെ നമ്മൾ വെരി ഗുഡ്, വെൽ ഡൺ എന്ന് പറയും. പക്ഷെ ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ അവനെ അല്ലെങ്കിൽ അവളെ മാറ്റി നിർത്തി, മകളെ ഇത് പറഞ്ഞത് വചനവിരുദ്ധമാണ്. അതിനാർക്കും സമയമില്ല. 71 ഈ വായിച്ച വേദവാക്യത്തിൻ്റെ 71 വാക്യത്തിൽ, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. ഇവിടെ ദാവീദ് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ തന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സുഖമായി സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന് പറയേണ്ട ചില കാര്യങ്ങൾ നമ്മളോട് പറയാൻ കഴിയത്തില്ലായിരിക്കും. അതുകൊണ്ട് ദൈവം ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. കാരണം ദൈവം നമ്മളോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്, ഉപദേശങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. കാരണം വേറെ ഒരു വഴിയില്ല, നമ്മളത് വേറെ റിസീവ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഇന്നത്തെ
നമ്മൾ നമ്മൾ ഉദാഹരണമായി ഇന്നത്തെ മെസ്സേജസ് ഒക്കെ എടുക്കുവാണെങ്കിൽ പഴയ നിയമത്തിലെ ആൾക്കാരെ വെച്ച് എടുത്തിട്ട് സംഭവ കഥകൾ വെച്ച് എടുത്തിട്ട് ദാവീദ് ഗോലിയാത്തിനെ കൊന്നതുപോലെ, അല്ലെങ്കിൽ സിസേറ ദെബോറയെ കൊന്നതുപോലെ, അങ്ങനെ അല്ലെങ്കിൽ ഷിംഷോൻ ഫിലിസ്തീനെ കൊന്നതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവാണ്. ആ ചരിത്രത്തിൻ്റെ കോണ്ടെക്സ്റ്റ് പറയാതെ, അല്ലെങ്കിൽ നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ അത് റിലേറ്റ് ചെയ്യുന്നു എന്ന കാര്യം പറയാതെ, അതാണ് ഇപ്പം കോമൺ ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കറക്റ്റ് വ്യാഖ്യാനം, അതിൻ്റെ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓർ ഡിവൈഡിങ് ഓഫ് ദ ടെക്സ്റ്റ് പറയാത്ത കുറേ മോട്ടിവേഷണൽ സ്പീച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കില്ല, ഇവിടെ പ്രസംഗശാസ്ത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നെക്കാട്ടിലും അധികമായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. വെൻ വാസ് എ ലാസ്റ്റ് ടൈം നമ്മളൊരു മെസ്സേജ് കേട്ടിട്ട് അത് നമ്മുടെ ഹൃദയത്തെ ശരിക്ക് കൊണ്ട് നമ്മൾ ദൈവസ്ഥനിൽ ദൈവമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കേട്ട സന്ദേശം എത്ര നാളായി നമ്മൾ കേട്ടിട്ട്? നമ്മുടെ ജീവിതത്തിലുള്ള ദേഷ്യം, വിദ്വേഷം, പക, ഇതിനെയൊക്കെ വെളിപ്പെടുത്തിയ സന്ദേശങ്ങൾ കേട്ടിട്ട് എത്ര കാലമായി? നമ്മളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഏറ്റവും അത്യാവശ്യമായ 2 കാര്യങ്ങളാണ്: ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും. ബിക്കോസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ പോയാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അതെൻ്റെ ഒരു വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. എനിക്കറിയാം ചില സഭകളൊക്കെ ഈ സങ്കീർത്തന വായനയ്ക്ക് അതിനോടനുബന്ധിച്ച് അവർ ലേഖന വായനയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ സുവിശേഷ വായന. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഇത് ചെയ്യുന്നുണ്ട്. ദൈവവചനം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ലേഖനങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെയും നമ്മൾ ക്രിസ്തുവിലുള്ള നമ്മുടെ പൊസിഷനും പ്രിവിലേജസിനെയും കുറിച്ച് വ്യക്തമായി പറയുന്ന ലേഖനങ്ങളെക്കുറിച്ച് അതധികമായി നമ്മുടെ ജനങ്ങൾ അറിയണം. ആ റിയലൈസേഷനാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ പീസിന കോൺഫറൻസിൽ നമ്മുടെ റെവറൻ ടിം ഹിൽ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ ഓവർസിയറായ റെവറൻ ടിം ഹിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സഭകൾ വളരണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊജക്ട്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവിനെ പൂർണ്ണതയോടെ പ്രസംഗിക്കുക, കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുക. എങ്ങനെ മരിച്ചു, എങ്ങനെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, താൻ പോകുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനെ പ്രോമിസ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പ്രസംഗിക്കുക. അത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മളൊന്ന് നോക്കുമ്പോൾ ശരിയല്ലേ, നമ്മുടെ തലമുറയ്ക്ക് ഒന്ന് അവരെ ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി ലോകത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കും, പക്ഷെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ അധികം പ്രസംഗിക്കാറില്ല. ദൈവം നമ്മളെ ജാതികളെ പോലെ ജീവിക്കാനല്ല വിളിച്ചിരിക്കുന്നത്, വചനത്തിൽ ഉറയ്ക്കുവാനും വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കാനും അതിനുവേണ്ടി സെറ്റ് അപ്പാർട്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദാവീദിനെ പോലെ നമുക്ക് ലെറ്റ് us plead before the Lord, O Lord, teach me your commands, teach me your doctrines. നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണതയായി നമുക്ക് നിലനിൽക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. സമയം ഒരുക്കിയ ദൈവസഭയ്ക്ക് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു.